ഹായ് എല്ലാവർക്കും നമസ്കാരം. അനൂസ് കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള മുളക ബജ്ജിയാണ്. ഇപ്പൊ നമ്മൾ സാധാരണ ഉത്സവങ്ങൾക്ക് അങ്ങനെയുള്ള സമയം പോകുമ്പോൾ മുളക ബജ്ജി കഴിക്കാറുണ്ടല്ലോ അല്ലെ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഈസി ആയിട്ട് നമുക്കിത് തയ്യാറാക്കാം. അപ്പൊ ഇതെങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ നമ്മുടെ മുളക ബജ്ജി ഉണ്ടാക്കാൻ ഞാൻ ഇതുപോലെയുള്ള വലിപ്പമുള്ള മുളകാട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ചില മുളകിന് എരിവുണ്ടാവും. അപ്പൊ എരിവ് പോവാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇതുപോലെ കുറച്ച് വെള്ളം എടുത്ത് ഈ മുളകുണ്ടല്ലോ ഇത് നടുകിന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ വെള്ളത്തിൽ ഇതുപോലെ ഇട്ട് വെക്കുക. അപ്പൊ ഇതിലുള്ള ഈ അല്ലി ഉണ്ടല്ലോ മുളകിന്റെ ഉള്ളിലുള്ള അതൊക്കെ പോയിട്ട് കുറച്ച് എരിവ് കുറയും. അപ്പൊ എല്ലാ മുളകും ഇതുപോലെ ഇട്ട് വെക്കാന്നുണ്ടെങ്കിൽ അധികം എരിവ് ഉണ്ടാവില്ല മുളകിന്. അപ്പൊ തീരെ നിങ്ങൾക്ക് ഉറപ്പാണ് മുളക് എന്തായാലും എരിവില്ലാത്ത മുളക കിട്ടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അല്ലാത്ത കേസിൽ പറയാണ്. അപ്പൊ ഞാൻ എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ ഇതുപോലെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് അവിടെ കിടക്കട്ടെ, നമുക്ക് മാവ് ഉണ്ടാക്കാം. അപ്പോഴത്തേക്ക് ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ട് ഇതിപ്പോ ഞാൻ ഇതുപോലെയുള്ള 1 കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് കോൺഫ്ലവർ വേണം എടുക്കാൻ. നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നുന്ന അരിപ്പൊടിയാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പൊന്തി വരുമല്ലോ അതിനു വേണ്ടിയിട്ടാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു കളർ കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ്. 1/4 ടീസ്പൂൺ ഗരം മസാല. നല്ലൊരു ടേസ്റ്റ് ആണ് ഗരം മസാല ചേർക്കുമ്പോൾ കിട്ടുക. നിങ്ങൾ ഇതുപോലെയെല്ലാം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ്, പേസ്റ്റും എടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. വെള്ളം ചേർക്കുമ്പോൾ കുറച്ചായിട്ട് ചേർക്കുക. കൂടുതൽ വെള്ളമായാൽ നമ്മളെ മുളകിൽ ഇത് ഒഴുകി നടക്കുന്ന പോലെ ആവില്ല. അപ്പോൾ മുളകിൽ ഒട്ടിപ്പിടിക്കാണ്ട് ഉള്ള ഒരു രീതിയിലായിപ്പോവും. അപ്പം നല്ല തിക്കായിട്ടുള്ള ഒരു മാവാണ് നമുക്ക് വേണ്ടത്. കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് നോക്കി വെള്ളം ഒഴിച്ചാൽ മതി. ഇപ്പൊ നമ്മളെ ബാറ്റർ ഇതുപോലെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടില്ല, ഭയങ്കര വെള്ളമല്ല എന്ന് വെച്ചാൽ ഭയങ്കര തിക്കുമല്ല, ആ ഒരു രീതിയിലാണ് കുഴച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മളെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള ആ പച്ചമുളക് ഇതിലിങ്ങനെ നന്നായിട്ട് ടിപ്പ് ചെയ്യുക. എല്ലാ സൈഡിലും വരുന്ന രീതിയിൽ വേണം. കണ്ടില്ലേ, ഇതുപോലെ മുക്കിയെടുക്കുക. എന്നിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് കണ്ടില്ല, നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പൊ ഇതിപ്പോ മൊരിഞ്ഞു വന്നിട്ടുണ്ട് 2 സൈഡും. ഇനി നമുക്കിത് കോരി മാറ്റി അതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. അപ്പൊ നമ്മളെ മുളക ബജ്ജി ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ് പുറത്തൊക്കെ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്സ് എന്തായാലും കമന്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാമല്ലോ. ഒരു ചായ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സമയം മാത്രം മതി ഇത് റെഡിയാക്കി എടുക്കാൻ.
അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. കൂടാതെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.